I'm Deepa Speaker here inside my house. Now the time is 11:16 actually. ഇന്ന് മാർച്ച് 24. അപ്പം എൻ്റെ പേര് ദീപ സ്പണിക്കർ എന്നാണ്. എൻ്റെ വീട് സഹദേവ മന്ത്രി ഇതാണ്. അപ്പം നമ്മൾ ഈ 323 നമ്പർ SNDP തൊട്ട് രണ്ടാമത്തെ വീടുണ്ട്, കിഴക്ക് വശത്തുള്ള രണ്ടാമത്തെ വീട്. ആദ്യത്തെ വീട് വീരേന്ദ്ര സിംഗ് എന്ന് പറയുന്ന മനോജിൻ്റെ കൺസ്ട്രക്ഷനിലിരിക്കുന്ന വീടാണ്. എൻ്റെ വീട്ടിലാണ് ആദ്യത്തെ വീട്ടിൽ താമസമുള്ളത്. ഞാനും എൻ്റെ അമ്മയുമാണ്, 88 വയസ്സുള്ള എൻ്റെ അമ്മയുമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഗൂണ്ടകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് അടിക്കാനായിട്ട് ഇൻഷുറൻസ് പല രീതിയിൽ ലൂട്ട് ചെയ്യുന്ന കുറച്ച് ഗൂണ്ടകൾ ഇവിടെ ഗൂണ്ടായിസ് നടത്തുന്നു. ഇവിടെ ഓല കെട്ടിയമ്പലത്തിൽ ഗൂണ്ട രാജാണ് നടത്തുന്നത്. അത് ഈ മോഹൻ സിംഗിൻ്റെയും സോമരാജൻ്റെയും ഗുരുമന്ദിരത്തിൽ 323 നമ്പർ SNDP പൂജ ചെയ്യാൻ വരുന്ന പത്മജൻ്റെയും ഇതിലാണ് ഈ ഗൂണ്ടാരാജ് ഇവിടെ നടമാടുന്നത്. ഭയങ്കര അവിടെ പ്രസിഡൻറ്റിനോ സെക്രട്ടറിക്കോ വേറുള്ള ഇവന്മാരെ ഒഴിച്ച് വേറുള്ള കമ്മിറ്റി അംഗങ്ങൾക്കോ യാതൊരു വോയിസും ഇല്ലാതെ മാറിയിരിക്കുകയാണ്. ശീലൻ എന്ന് പറയുന്ന ഒരു മാമനുണ്ട്. ആ മാമനൊക്കെ വളരെ മാന്യമായ രീതിയിലുള്ള ആൾക്കാരാണ്. അവരെയൊന്നും വകവെക്കാതെ ഇവന്മാർ ഭയങ്കര അട്ടഹാസവും ഇതൊക്കെയാണ്. നമ്മൾക്ക് പരാതി പറയാനോ ഇങ്ങനെ നമ്മുടെ ഇതൊന്നും ഇവന്മാർ സമ്മതിക്കാതെ പല രീതിയിലുള്ള ഹരാസ്മെൻ്റാണ് അവിടെ ഈ പത്മജൻ എന്ന് പറയുന്നവൻ നടത്തുന്നത്. ഈ സോമരാജനും പത്മജനും ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവനും അവന് ഏതൊക്കെയോ ഗൂണ്ടകളുണ്ട്, BJP ഗൂണ്ടകളുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് ഗൂണ്ടകളെയും കൊണ്ട് വരുമെന്നാണ് ഒക്കെയാണ് പറയുന്നത് ഇവന്മാർ. അതുപോലെ പണ്ട് ഇതുപോലെ 2020 എൻ്റെ ക്യാമറ അടിച്ചു പൊട്ടിക്കുന്നതിൻ്റെ വിഷ്വൽസ് എല്ലാം നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ശിഷ്ടഭാഗങ്ങളാണ് ഇവയെല്ലാം. വല്യത്തുവടക്കയിലെ ഒരു അജയകുമാർ എന്ന് പറയുന്ന ഒരുവനും ഒരു മുസ്ലിം ഒരു പയ്യനെയുമാണ് ഇവന്മാർ അവരുടെ സ്വയമായ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യുന്നതല്ല. അവർക്ക് യാതൊരു വിധമായ ഇതൊന്നുമില്ല. അവന്മാരെ കൊണ്ട് ഇവന്മാർ ഈ ഗൂണ്ടായിസ് നടത്തുന്ന മോഹൻ സിംഗ് ഇതിൻ്റെ പിന്നിൽ ബിജു പി എന്ന് പറയുന്നവനുണ്ട്. നമ്മൾ കോടതി വഴി അവനെ ബന്ധം ഒഴിഞ്ഞതാണ്. ഭയങ്കര ഗൂണ്ടാരാജാണ് ഈ ഓലകെട്ടിയമ്പലത്തിൽ നടക്കുന്നത്. അപ്പം നമ്മൾ ഇവനെ ബന്ധം ഒഴിഞ്ഞതാണ് ഈ ബിജു പി എന്ന് പറയുന്നവനെ. ഞാൻ വക്കീലാണ്. നമ്മളെ പ്രാക്ടീസ് ചെയ്യാൻ ഇവളെ കല്യാണം കഴിച്ച അന്ന് മുതൽ നമ്മളോട് ഹരാസ് ചെയ്യുകയായിരുന്നു. നമ്മളെ പ്രാക്ടീസ് ചെയ്യാൻ വിടാതെ ഇവൻ ഇതാക്കുകയും ഇവൻ നമ്മളെ ഹിഡൻ അജണ്ടയോടുകൂടിയാണ് ഇവൻ നമ്മളെ കല്യാണം കഴിച്ചതെന്ന് വെച്ചാൽ നമ്മളെ വെച്ച് പല രീതിയിലുള്ള ഇൻഷുറൻസ് തട്ടണമെന്നുള്ള ഗൂഢമായ ഉദ്ദേശത്തോടെയാണ് ഇവൻ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പം ഈ പത്മജൻ എന്ന് പറയുന്ന ഗൂണ്ട ഈ 323 നമ്പർ SNDP പൂജ ചെയ്യാൻ വരുന്ന ഗൂണ്ട നമ്മളെ എടി വാടി പോടി എല്ലാവരും കേൾക്കുകയാണ് ഇതെല്ലാം വിളിക്കുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ട്. അതുപോലെ എന്നെ 7 ദിവസത്തിനുള്ളിൽ വകവരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ കാണിച്ചു തരാം 8ൻ്റെ പണി, ഇങ്ങനെ പലതും എല്ലാവരും കേൾക്കുകയാണ്. ഇവിടെ പലരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ ചെയ്യുന്നത്. ഇവൻ പല ദിവസവും നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവൻ പല ദിവസവും മൂക്കുമുട്ട കുടിച്ചിട്ടാണ് ഗുരുദേവന് പൂജ ചെയ്യാനെന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ഇതൊക്കെ അന്വേഷിക്കാം. ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ? ആ ക്യാമറയിലെ ദൃശ്യങ്ങൾക്ക് നിങ്ങൾക്ക് പരിശോധിക്കാം. 323 നമ്പർ SNDP 2 ക്യാമറകളുണ്ട്. അതിനകത്തെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരു സ്ത്രീയായ ഞാൻ മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളോട് ഈ സോമരാജനും പിന്നെ ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവനും ഈ പത്മജൻ എന്ന് പറയുന്നവനുമായിട്ട് നമ്മളോട് അവിടുത്തെ പ്രസിഡൻറ്റിനോ ഒക്കെ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇവന്മാർ അഴിച്ചുവിട്ടത് ഇന്നലെ. നിശബ്ദനായി പ്രസിഡന്റ് നിന്നുപോയി. പ്രസിഡന്റിൻ്റെ പേര് ശീലൻ എന്നാണ്, നെടിയപറമ്പിൽ ശീലൻ. ആ മാമൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. വളരെ കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ്. ആൾ വരെ പറയുകയാണ് നമുക്ക് പേടിയാണ് മോളെ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഇവന്മാർ ഈ ഗൂണ്ടായിസം ഈ ഗൂണ്ടാ രാജ് നടത്തുന്ന ഇവന്മാർ കാണിച്ചു കൂട്ടിയത് അവിടെ. അപ്പം പലരും ചോദ്യം ചെയ്തതിനെ അപ്പം നമ്മൾ SNDP ചെല്ലരുത് അങ്ങനെ പല എന്നൊക്കെയുള്ള അപ്പോൾ ഇതെന്താണ് ഈ അങ്ങനെ ഒരു വിലക്ക് വെക്കാൻ ആർക്കും ഒരു അവകാശവും ഇവിടെ ഇല്ലെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കത്തില്ല ഇതൊന്നും ഉള്ളത്. ഇവന്മാരുടെ ഗൂണ്ടാരാജൊന്നും ഇവിടെ നടക്കത്തില്ലെന്നുള്ളത്. ഇവൻ ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ വലിയ BJP ഗൂണ്ടയാണെന്നാണ് പറയുന്നത്. ഇവനെ അസലൊരു ഗൂണ്ടയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇവൻ്റെ അതുപോലെ നമ്മൾ കോടതി വഴി ബന്ധം ഒഴിഞ്ഞ അവൻ എന്ത് ചെയ്യും നിൻ്റെ ഭർത്താവെന്നാണ് ഇവന്മാർ ചോദിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് പലപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവനെ നമ്മൾ ബന്ധം ഒഴിഞ്ഞതാണെന്നുള്ളത്. അപ്പോൾ ഇവനെ ഈ ബിജു പിയെ ഹിഡൻ അജണ്ടയോടെ നമ്മളെ വകവരുത്തി അവൻ നമുക്ക് വെള്ളത്തിൽ കൂടെ പലത് തരിക, അങ്ങനെ പല രീതിയിൽ നമ്മളെ ഇങ്ങനെ സ്ലോ ആക്ടിങ് പോയിസണൊക്കെ തന്ന് വകവരുത്തി കൊന്ന് ഈ വലിയൊരു എമൗണ്ട് ഇൻഷുറൻസ് വാങ്ങിക്കണം, ജോബ് ലോസ് ഇൻഷുറൻസ്, അങ്ങനെ പല രീതിയിലുള്ള ഇൻഷുറൻസ് വാങ്ങിക്കണം എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടെയാണ് ഇവൻ എൻ്റെ ബന്ധുക്കളായ ചില ആൾക്കാർ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്. ഇവന്മാരെല്ലാം
ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. പല രീതിയിലുള്ള ഇവ പോലീസോ ആരായാലും ശരി, ഇവന്മാരുടെ ശരിക്കുള്ള ഹിസ്റ്ററി, ഇവന്മാരുടെ കോൾ ലിസ്റ്റുകൾ, ഇവന്മാരുടെ ട്രാൻസാക്ഷൻസ്, അങ്ങനെ പല രീതിയിലും ഇവന്മാർ ആരെ വിളിക്കുന്നു, ഇതൊക്കെ ഇതാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവന്മാരെവിടെയാണ് പോകുന്നത്. ഇവന്മാരുടെ ഗൂഢമായ ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഇവന്മാരുടെ പല രീതിയിലുള്ള ഇവന്മാർ കൊല്ലും കൊലയും വരെ നടത്തുന്നുണ്ട് പലരെയും. ഇവൻ്റെ അനിയൻ എന്ന് പറയുന്നവൻ, ഞാൻ ഇന്നലെ ഇവൻ്റെ അനിയനെക്കുറിച്ച് പറയുന്നത്, ആ നാട്ടുകാർ പറയുന്നത് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈ ബിജു പി എന്ന് പറയുന്നവനെക്കുറിച്ച്. അപ്പോൾ ഇവനിങ്ങനെ കാശിന് വേണ്ടി പല രീതിയിലുള്ള ഇതാണ്. അവനും ഈ സോമരാജന്, ബിജു പി എന്ന് പറയുന്നവൻ സോമരാജനും പിന്നെ മോഹൻ സിംഗ്, ഇപ്പം ഈ 323 നമ്പർ SNDP പൂജ ചെയ്യുന്ന പത്മജൻ, പിന്നെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. ഇപ്പം സുബ്രഹ്മണ്യൻ്റെ മകനെ ഞാൻ ഭർത്താവാക്കി വെച്ചു എന്നൊക്കെയുള്ള കള്ളക്കഥകൾ എല്ലാ നാട്ടുകാർക്കും അറിയാം. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവൻ ഇതുവഴി പോകുന്നതെല്ലാം നമ്മുടെ വീട്ടിലോട്ട് വരുന്നതാണെന്നുള്ള രീതിയിൽ കഥയുണ്ടാക്കി വളരെ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇവനെക്കൊണ്ട്. ഇവൻ ഇതുവഴി പോകുമ്പം ഇവൻ്റെ നടവഴിയാണിത്. ഇതുവഴി പോകുന്നതിനെ വളരെ നമ്മളെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള ഇതുകളാണ്. ഇവൻ്റെ മകളും ഇങ്ങനെ തന്നെയാണ്. ഇവളുടെ മകൾ വന്നാലും ഇത് തന്നെ. ഇവൻ എൻ്റെ കണ്ണ് പൊട്ടിക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെ ഇവൻ്റെ വീട്ടിൽ നിന്ന് വരെ നമ്മുടെ കണ്ണിലേക്ക് ടോർച്ച് അടിക്കുക, വലിയ പവറുള്ള ടോർച്ച്, അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമ്മളിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പത്മജൻ എന്ന് പറയുന്ന അവൻ കയറിപ്പോടി എന്ന് പറയുകയാണ്. എൻ്റെ വീടിൻ്റെ മുൻവശമാണിത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവൻ ആരാണ് ഈ അധികാരം കൊടുത്തത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്ന് പറയുന്നത് ഇവിടെ വരെ മതിൽ പണിയാൻ എനിക്കുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഉള്ളിലോട്ട് മാറ്റിയാണ്, ഇത്രയും മാറ്റിയാണ് നമ്മൾ മതിൽ പണിഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ കയറിപ്പോടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ആക്രോശിക്കുകയും അട്ടഹസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഈ പത്മജൻ ഇന്ന് രാവിലെ ഇവിടെ നിന്നുകൊണ്ട്. അങ്ങനെ ഇവനെക്കൊണ്ട് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവനെക്കൊണ്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവൻ വല്ല പബ്ലിക് റോഡിൽ കൂടെ പോകുമ്പോൾ ഇവന് പറയാനോ ഇവനെ എന്തെങ്കിലും ചെയ്യാനോ ഉള്ള അധികാരം ആരാണ് കൊടുക്കുന്നത്? ഇവിടെ ഇവന്മാർ ഹിറ്റ്ലറാണോ ഭരിക്കുന്നത്, അതോ അതിലും വലിയ കൊടിയ ഇതുള്ള വല്ല രീതിയിലുള്ള റൂളുമാണോ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നതെന്ന് ഇപ്പോൾ സംശയം തോന്നുകയാണ്. കോടതിക്കൊന്നും ഒരു വോയിസും ഇല്ലാത്ത കാലമായിട്ട് മാറിയിരിക്കുകയാണ്. കോടതിയിലൊക്കെ പോയാൽ പോലീസും കോടതിയൊക്കെ ഇവന്മാരുടെ കയ്യിലാണ്. ഇതൊക്കെയാണോ കോടതിയും പോലീസും എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് നമുക്ക് ഇവന്മാരുടെ പ്രവർത്തനങ്ങൾ. ഇവന്മാർ ഇൻഷുറൻസ് മോഷണക്കാരാണ്. പല രീതിയിലുള്ള എൻ്റെ അമ്മയെക്കുറിച്ചും എൻ്റെ അമ്മയെ ഇതുപോലെ പണ്ട് പീഡിപ്പിച്ചതാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തുവും വകകളും പിടിച്ചെടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടെ പല പല കഥകളുണ്ടാക്കും ഇവന്മാർ. ഫോൺ ചെയ്യുക, അങ്ങനെ പല രീതിയിൽ വെറും ഭയങ്കര ഡ്രാമയാണ് 24 മണിക്കൂറും ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമറ ഇന്നും ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫേസ്ബുക്കിലെല്ലാം അത് ഓഫാക്കുന്നതെല്ലാം നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. ഈ ക്യാമറ ഓഫായാലും ഓണായാലും ഇതെൻ്റെ ക്യാമറയാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ഈ ക്യാമറ മാറത്തുമില്ല. ഇത് ഓഫായാലും ഓണായാലും ഇതിങ്ങനെ റോഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന എൻ്റെ ക്യാമറയാണ്. ഇവിടെ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പല രീതിയിലുള്ള കള്ളക്കഥകൾ. എൻ്റെ അമ്മയെക്കുറിച്ച് ഇതുപോലെ 1967 എൻ്റെ അമ്മ കോമ്പൻസേഷൻ വാങ്ങിച്ചു. അപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായത്. ഇവന്മാരിങ്ങനെ കോമ്പൻസേഷൻ വാങ്ങിച്ച് ഇങ്ങനെ പൈസ വാങ്ങിച്ച് കഴിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. മറ്റുള്ള പെണ്ണുങ്ങളെയൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ നമ്മളറിയാത്ത രീതിയിലുള്ള കഥകൾ ഉണ്ടാക്കുക, ട്രാപ്പ് ചെയ്യുക, അങ്ങനെ പല പല രീതിയാണ്. ഇവന്മാരുടെ വീട്ടിലും ഇതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ ആദ്യം രാജേഷ് ഗംഗ, അത് കഴിഞ്ഞ് പിന്നെ ഒരു സാൽവി എന്ന് പറയുന്നവൻ്റെ കൂടെ എല്ലാം പോയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളായി. ഇവന്മാർ അവളെ പറഞ്ഞു വിടുകയും ബന്ധം ഒഴിഞ്ഞിട്ടുള്ളതാണെന്നും ആണ് നമുക്കറിയാവുന്നത്. എന്നാണ് ഇവിടെയൊന്നും അവളില്ല, ഇതൊക്കെയാണ് അറിയാവുന്നത്. അതുപോലെ തന്നെ ഈ രാജേഷ് ഗംഗയുടെ വീട്ടിലെയും അവൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ ഇവിടെയെങ്ങും ഇല്ല. അവർ വേറെ ആരുടെയോ കൂടെ പോയി. ഇവൻ്റെ പീഡനം കാരണം എന്താണെന്നൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ഇവന്മാർ ഇതുപോലെ ഇങ്ങനെ കൂട്ടിക്കൊടുപ്പുള്ള പണികളാണ്. കൂട്ടിക്കൊടുക്കുക, ഇവന്മാർ പോകട്ടെ, അങ്ങനെ പല രീതിയിലുള്ള അങ്ങനെ പോയാൽ എന്തൊക്കെയോ ഹ്യൂജ് എമൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള എന്തൊക്കെയോ പരിപാടികൾ ഇവന്മാരുടെ കയ്യിലുണ്ട്. അതുപോലെ ഈ കുട്ടൻ എന്ന് പറയുന്നവൻ അവൻ്റെ മകനെ ഇതുപോലെ മയങ്ങാനുള്ള സാധനങ്ങൾ കൊടുത്ത് ഇവനെ എത്രയോ നാൾ കുറച്ച് മാസം കോമയിൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് മയക്കിയിട്ടിരുന്നിട്ട് കോടികളാണ് ഇൻഷുറൻസ്, ഗൾഫിലെ ഇൻഷുറൻസ് കോടികൾ തട്ടിയെടുത്തിട്ട് നടക്കുകയാണ്. അതുപോലെ നമ്മളെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യാണ് ഇവന് കോടികൾ വേണമെന്നുള്ള രീതിയിൽ, നമ്മളെ വെച്ച് കോടികൾ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഇവൻ ദുഷ്ടലാക്കോടെ പല രീതിയിൽ ഇവന്മാർ ഈ പ്രത്യേകിച്ചും സോമരാജന് മോഹൻ സിംഗ്, സദാനന്ദമന്ത്രി സദാനന്ദമന്ത്രി മോഹൻ സിംഗ് പോച്ചയിൽ സൽപ്പകവല്ലിയുടെ വീട്ടിൽ വന്ന് കയറിയ
സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കുട്ടൻ എന്നറിയപ്പെടുന്ന ഇവനാണ് വേറൊരു ശല്യമായിട്ട് മാറിയിരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധ നിലപാടുകളാണ് ഇവരുടേത്. അതുപോലെ ഈ പത്മജൻ, ഈ 323 നമ്പർ SNDP കള്ള് കുടിച്ച് വന്ന് പൂജ ചെയ്യുന്ന ഇവൻ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി. ഇവൻ അയലത്തെ വീട്ടിലെ പെണ്ണുങ്ങളെക്കുറിച്ച് അവൻ അവിടെ കയറി ഇരുന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ വരുന്നു എന്നൊക്കെയുള്ള അസഭ്യമായ കഥകൾ ഉണ്ടാക്കുക. ഒരു ഗുരുമന്ദിരത്തിൽ വന്ന് അവന് ഒരു ഗുരുമന്ദിരത്തിൻ്റെ പവിത്രതയ്ക്ക് കോട്ടം വരുന്ന രീതിയിലുള്ള കഥകൾ അവൻ അതിനകത്ത് കയറിയിരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ശരിയായ നടപടിയല്ല. ഇവൻ വെറും വഷളനാണ്. ഇവനെ ഈ കള്ളു കുടിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നവനെ ഉടനെ ഇതിന്ന് മാറ്റണം. ഇവൻ അതുപോലത്തെ വെറും തേർഡ് റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇവൻ്റെ സ്വഭാവങ്ങളെന്ന് പറയുന്നത്. ഞാനും എൻ്റെ അമ്മയുമാണ് ഇവിടെ ഉള്ളത്.